ഹലോ. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന അധിക പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് മാർക്കറ്റിങ്ങിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കാറില്ല. ഇതുകൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നിലവിൽ കിട്ടുന്ന ആ കുറച്ച് സെയിലും ആ നിലവിൽ കിട്ടുന്ന ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ആ പോയിന്റിൽ നിന്നൊരു വളർച്ച നമുക്ക് കിട്ടില്ല. ഒരു സീലിങ്ങിൽ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. എത്ര തള്ളിയാലും അതിങ്ങനെ ഒരു തട്ടിലിങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. നമ്മുടെ സെയിൽ അങ്ങോട്ട് കൂടണില്ല, സെയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കണില്ല നമുക്ക്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഇടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് അത് പൊട്ടിച്ച് പുറത്ത് കിടക്കണം. അത് എങ്ങനെയാണ് സാധിക്കുള്ളൂ? പുതിയ വിഭാഗം കസ്റ്റമറെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കതിന് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫീൽ ആയിരിക്കും, ഇത് ഇത്രയാണോ ഉള്ളൂ, ഇതിങ്ങനെ ഇടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു റൂഫേൽ ഇടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് പൊട്ടിച്ച് പുറത്ത് കിടക്കണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് പഠിക്കണം. ഇതിനാണ് മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. പലരും ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർ അവർ മറ്റു പല കാര്യങ്ങൾക്കെല്ലാം ടൈമും മണി അധ്വാനം ഒക്കെ അവർ സ്പെൻഡ് ചെയ്യും. പക്ഷേ മാർക്കറ്റിങ്ങിനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കും. അവരുടെ പ്രൊഡക്റ്റിൽ ഒരുപാട് ഫോക്കസ് അവർ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഷോപ്പുള്ളവർ ഇൻറ്റീരിയറിന് ഒരുപാട് സ്പെൻഡ് ചെയ്യും. അനാവശ്യമായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കും. അങ്ങനെ പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിങ് വേണ്ട വിധത്തിൽ ചെയ്യൂല. ഇതറിയാത്തത് കൊണ്ടാണോ അതോ ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ഫീൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് പേര് മാർക്കറ്റിങ്ങിനെ മുഖവിലക്കെടുക്കാറില്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ നമുക്കറിയാം, ഒരു ബിസിനസ് വളർത്താനായിട്ട് രണ്ട് രീതിയിലാണ് സാധിക്കുള്ളൂ. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഫ്ലോ കൊണ്ടുവരാം. രണ്ടാമതായിട്ടുള്ളത് ആ വന്ന കസ്റ്റമറെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക. ഒരു ജീൻസ് മാത്രം വാങ്ങാൻ വന്ന ആളെ കൊണ്ട് ഒരു ടീഷർട്ടും കൂടി എക്സ്ട്രാ എന്തെങ്കിലും കൂടി എടുപ്പിക്കുക. ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടിക്കൊണ്ട് ചെയ്യുക. പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്. ഒരു കസ്റ്റമറെ പുഷ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. പിന്നെ നമുക്കുള്ള എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എത്തിക്കണം. അതിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് പുതിയ കസ്റ്റമേഴ്സിനെ എത്തിക്കാം. ഇപ്പം നമ്മളുടെ മാർക്കറ്റ് ഒരു ഡാമായിട്ട് സങ്കല്പിക്കുക. ഒരു വലിയൊരു ഡാം, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വലിയ ഡാമാണ്. അതിൽ ഒരുപാട് വെള്ളമുണ്ട്. ആ വെള്ളം അവിടെ കിടക്കുള്ളൂ. നമ്മളുടെ തോട്ടത്തിൽ ആ വെള്ളം എത്തണമെങ്കിൽ നമ്മൾ കനാലുകൾ വെട്ടേണ്ടതായിട്ട് വരും. വലിയ കനാൽ വെട്ടണം, അതിനെ കണക്ട് ചെയ്യുന്ന ചെറിയ കനാൽ വെട്ടണം, പിന്നെ അവിടെ നിന്ന് ചെറു തോടുകൾ വെട്ടിയിട്ടാണ് നമ്മളുടെ തോട്ടത്തിൽ ഈ വെള്ളം എത്തുന്നത്. അല്ലെങ്കിൽ എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ വെള്ളം എത്തുന്നത്. ഈ ചാനൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡാമാണ്. ആ വെള്ളം അവിടെ കിടക്കുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആ ഫ്ലോ വന്നുവെങ്കിൽ നിങ്ങൾ ചാനൽസ് ബിൽഡ് ചെയ്യണം. ഇതിനെ മാർക്കറ്റിംഗ് സ്കോളേഴ്സ് പറഞ്ഞേക്കുന്നത് മാർക്കറ്റിംഗ് ചാനൽസ് എന്നാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം നിലവിലുള്ള കസ്റ്റമർ വീണ്ടും വന്നതിനെ പറ്റിയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വരണമെങ്കിൽ മാർക്കറ്റിംഗ് ചാനൽസ് വേണം. അത് ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ചാനലാണ്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. നിലവിലുള്ള കസ്റ്റമേഴ്സിനെ വെച്ചുകൊണ്ട് റെഫറൽസ് വഴി പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പല മാർഗത്തിലൂടെ നമുക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു ഐഡിയ വേണമെന്നുള്ളതാണ്. ഇതേപോലുള്ള ചാനൽസ് ഉണ്ടായാൽ മാത്രമാണ് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വരുള്ളൂ എന്നും, അല്ലെങ്കിൽ മറ്റേ ഫീലിംഗ് ഉണ്ടാവും. ഇങ്ങനെ റൂഫിൽ ഇടിച്ച് ഇങ്ങനെ നിൽക്കുക. എത്ര മാസം കഴിഞ്ഞാലും ബിസിനസ് വളരില്ല. ഇങ്ങനെ റൂഫിൽ ഇടിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിക്കുക. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയവും പണവും നിങ്ങളുടെ അധ്വാനവും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ അവസാനം എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മറ്റു കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാനം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റാമെന്നുള്ള രീതി, ഈ ആറ്റിറ്റ്യൂഡ് പാടില്ല. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം നിങ്ങളുടെ ബിസിനസ് വളരും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എവിടെ പ്രശ്നം പറ്റിയേക്കണേന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വാദിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല കളക്ഷൻസാണ്, നല്ല ക്ലോത്തിങ് പ്രൊഡക്ട്സ് ആണ്, അതെന്തും ആയിക്കോട്ടെ, സാരി, ജീൻസ്, കിഡ്സ് വെയർ, ജെൻസ് വെയർ, മോഡൽസ് വെയർ എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു ക്വാളിറ്റി എന്നൊരു സംഗതി പുതിയ കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സാധനം വാങ്ങി ഉപയോഗിച്ച് നോക്കിയാലാണ് കസ്റ്റമർക്ക് ഫുള്ളി മനസ്സിലാവുള്ളൂ. മുഴുവനായിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ അത് വാങ്ങി ഇനീഷ്യൽ കാശ് നിങ്ങൾക്ക് എടുത്ത് തന്ന് സാധനം വാങ്ങിച്ച് ആ ഇനീഷ്യൽ പർച്ചേസിന് ശേഷം മാത്രമാണ് കസ്റ്റമർക്ക് മനസ്സിലാവണുള്ളൂ ഇതിനെന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്.
സെക്കൻഡ് പർച്ചേസിന് ക്വാളിറ്റി ഉപകരിക്കും. വന്ന കസ്റ്റമറെ നിലനിർത്താനായിട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപകരിക്കും. എന്തുമാത്രം നല്ലതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്നുള്ളത് വന്ന കസ്റ്റമറെ നിലനിർത്താനായിട്ട് ഉപകരിക്കും. കാരണം അവർ വീണ്ടും വരും, അതിൻ്റെ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് അവർ വീണ്ടും വരും. പക്ഷേ പുതിയ കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്തുമാത്രം നല്ലതാണെന്ന് നോക്കിയിട്ടാണ് പുതിയ കസ്റ്റമേഴ്സ് വരുന്നത്. അതല്ലാതെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുമാത്രം നല്ലതാണെന്ന് നോക്കിയിട്ടല്ല. കാരണം പ്രൊഡക്റ്റ് അവർ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇവിടെയാണ് ഇനീഷ്യൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണ്. കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനായിട്ടാണ് ചാനൽസ് ബിൽഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രഗിളായിരിക്കും. എന്താണ് ആ സ്ട്രഗിൾ? സെയിലിലെ ഇൻകൺസിസ്റ്റൻസി. ഒരു ദിവസം സെയിൽ ഉണ്ടാവും, അടുത്ത ദിവസം ചിലപ്പോൾ സെയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ കയറ്റിറക്കങ്ങളായിരിക്കും. ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കയറ്റത്തിലാവാൻ നേരത്ത് നമ്മളുടെ മൂഡ് നല്ല ഹാപ്പി ആയിരിക്കും. പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ സെയിലില്ല, അപ്പോൾ വീണ്ടും നമ്മൾ ഡൗൺ ആവും. പിന്നെ കുറച്ച് സെയിൽ വരും, കുറച്ച് മൂഡ് ഇതാവും. അപ്പോൾ ഇങ്ങനെ സ്വിങ് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മളുടെ മൂഡ്. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഒരു ഓർഡർ കിട്ടുമ്പോഴാണ്. നമുക്കൊരു സെയിൽ നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ആ സെയിലിൽ ഇൻകൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ സന്തോഷത്തിലും ഇൻകൺസിസ്റ്റൻസി വരും, തുടർച്ചയില്ലായ്മ വരും. ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് മാർക്കറ്റിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് വാട്സപ്പിൽ എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഓപ്ഷൻ ഇന്നത്തെ മോഡേൺ ഏജിലുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു 5-6 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനൊരു അവസരം ഇല്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. ഒന്ന്, എല്ലാവർക്കും നമുക്ക് മാത്രം മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും അഫോർഡ് ചെയ്യാൻ സാധിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലും ഈ ടെക്നോളജി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് ഇതില്ല. കാരണം ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറവായിരുന്നു, മൊബൈലിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൊറോണയൊക്കെ വന്ന ടൈമിൽ ഒരുപാട് പേര് ആ സാഹചര്യം അവരെ ഫോഴ്സ് ചെയ്തു. പല കാര്യത്തിന് വേണ്ടിയിട്ടും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് അറിയാത്ത പലരും പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടി മാർക്കറ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ റെഡിയാണോ ഈ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട്? കാരണം ഇന്ന് എവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിച്ച്, ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് സ്വീകരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഷോപ്പുള്ളവർക്ക് ഷോപ്പിൻ്റെ അകത്ത് കസ്റ്റമറെ എത്തിക്കാൻ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.